ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്ന് ചേരും. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് ചർച്ച ചെയ്യും. കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. വോട്ടെടുപ്പിന് ഇനി 8 നാൾ. പൈപ്പിലൂടെയുള്ള പാചകവാതക കണക്ഷനുകൾ വേഗത്തിലാക്കുന്നതിനായുള്ള നാഷണൽ PNG ഡ്രൈവ് 2.0 ജൂൺ 30 വരെ ദീർഘിപ്പിച്ച് പെട്രോളിയം മന്ത്രാലയം. 2027 ജനസംഖ്യാ കണക്കെടുപ്പ് രാജ്യത്ത് ഇന്നു മുതൽ ആരംഭിക്കും. പുതിയ ആദായനികുതി നിയമം ഇന്ന് പ്രാബല്യത്തിൽ വരും. പാൻ കാർഡ് അപേക്ഷയിലും മാറ്റം. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ പഞ്ചാബ് കിങ്സിന് ജയം. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്ന് ചേരും. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ, ജൻവിശ്വാസ് ഭേദഗതി ബിൽ എന്നിവ ഇന്ന് ലോക്സഭ ചർച്ച ചെയ്യും. രാജ്യസഭയിൽ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് പൊതുഭരണം ബിൽ, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് ഭേദഗതി ബിൽ എന്നിവ ഇന്ന് ചർച്ചയ്ക്ക് പരിഗണിക്കും. കേരളത്തിൽ വോട്ടെടുപ്പിന് ഇനി 8 നാൾ മാത്രം ബാക്കി നിൽക്കെ തിരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. മുതിർന്ന നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. വിശദാംശങ്ങളിലേക്ക്. LDFന്റെ പ്രചാരണാർത്ഥം CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് ഇന്ന് കോട്ടയത്ത് പ്രചാരണത്തിനെത്തും. ബീഹാർ മുൻ ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവ് ഇന്ന് കോഴിക്കോട് തിരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കും. NDAയ്ക്ക് വേണ്ടി കേന്ദ്രമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ രാജ്നാഥ് സിംഗ് ഇന്ന് തിരുവനന്തപുരത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തും. പാർട്ടി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഇന്ന് കണ്ണൂരിൽ റോഡ് ഷോയിൽ പങ്കെടുക്കും. UDF തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്നലെ കണ്ണൂരിലും കോഴിക്കോടും പ്രചാരണ യോഗത്തിൽ പങ്കെടുത്തു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇന്ന് കോഴിക്കോട് വിവിധ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ സംബന്ധിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേന്ദ്ര സഹമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ L മുരുകനും ഇന്ന് തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ഈ മാസം 4-ന് കേരളത്തിലെത്തും. തിരുവനന്തപുരത്ത് റോഡ് ഷോയിലും തിരുവല്ലയിൽ പൊതുപരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും. ഒരാഴ്ചയ്ക്കിടെ 2ാം തവണയാണ് ശ്രീ മോദി കേരളത്തിൽ പ്രചാരണത്തിനെത്തുന്നത്. മുതിർന്ന പൌരന്മാർ, ഭിന്നശേഷിക്കാർ, കിടപ്പുരോഗികൾ എന്നിവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിന് സഹായിക്കുന്ന ഹോം വോട്ടിംഗ് സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. 23,171 പേർ ഹോം വോട്ടിംഗ് ചെയ്തതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കേരളത്തിന് പുറമെ അസം, പുതുച്ചേരി എന്നിവിടങ്ങളിലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹോം വോട്ടിംഗിന് അനുമതി നൽകിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടയിലും ഇന്ത്യ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിലെ വാവ് താരാത് ജില്ലയിലെ നാനിയിൽ ഇന്നലെ ഒരു പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ആഘാതം രാജ്യത്തെ പൌരന്മാരെ ബാധിക്കാതിരിക്കാൻ കേന്ദ്ര സർക്കാർ ജാഗ്രത പുലർത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യവ്യാപകമായി പൈപ്പിലൂടെയുള്ള പാചകവാതക കണക്ഷനുകൾ വേഗത്തിലാക്കുന്നതിനായുള്ള നാഷണൽ PNG ഡ്രൈവ് 2.0 ജൂൺ 30 വരെ ദീർഘിപ്പിച്ചു. മാർച്ച് മാസത്തിൽ മാത്രം 3 ലക്ഷത്തിലധികം പുതിയ കണക്ഷനുകൾ നൽകിയതായും പ്രതിദിനം ശരാശരി 50 ലക്ഷം LPG സിലിണ്ടറുകൾ വിതരണം ചെയ്യുന്നുണ്ടെന്നും പെട്രോളിയം മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് പെട്രോൾ, ഡീസൽ, പാചകവാതകം എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്നും തെറ്റായ പ്രചാരണങ്ങളിൽ വിശ്വസിക്കരുതെന്നും സർക്കാർ വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷ മേഖലയിലുള്ള ഇന്ത്യൻ കപ്പലുകളും ജീവനക്കാരും സുരക്ഷിതരാണെന്ന് തുറമുഖ കപ്പൽ മന്ത്രാലയം അറിയിച്ചു. ഇതുവരെ 959 നാവികരെ സുരക്ഷിതമായി നാട്ടിലെത്തിച്ചു. ഫെബ്രുവരി 28-ന് ശേഷം 5.72 ലക്ഷം ഇന്ത്യക്കാർ വിദേശങ്ങളിൽ നിന്ന് മടങ്ങിയെത്തിയതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇറാനുമായുള്ള യുദ്ധത്തിൽ വരും ദിവസങ്ങൾ നിർണായകമാണെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത്. ഇറാനിനെതിരെയുള്ള സൈനിക നടപടികൾ തുടരുമ്പോഴും ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ US ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇതുവരെ 11,000-ലധികം ഇറാനിയൻ ലക്ഷ്യങ്ങൾ തകർത്തതായി US ജനറൽ ഡാൻ കെയ്ൻ വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്ക് തുറക്കാനുള്ള സൈനിക നീക്കങ്ങളിൽ നിന്ന് US സൈന്യത്തെ പിൻവലിക്കില്ലെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സുപ്രധാനമായ ഈ സമുദ്രപാതയുടെ സുരക്ഷാ ഉത്തരവാദിത്തം മറ്റ് അന്താരാഷ്ട്ര സഖ്യകക്ഷികൾ കൂടി ഏറ്റെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ലോകത്തെ 20% എണ്ണ വിതരണവും നടക്കുന്ന ഹോർമുസിൽ നിലവിൽ വലിയ ഭീഷണികളില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകളും ഡ്രോണുകളും UAE പ്രതിരോധ സേന തകർത്തു. ഇന്നലെ നടന്ന ആക്രമണത്തിൽ 8 ബാലിസ്റ്റിക് മിസൈലുകൾ, 4 ക്രൂയിസ് മിസൈലുകൾ, 36 ഡ്രോണുകൾ എന്നിവയാണ് വ്യോമ പ്രതിരോധ സംവിധാനം ആകാശത്ത് വെച്ച് തന്നെ നശിപ്പിച്ചത്. തെക്കൻ ലെബനനിൽ ഹിസ്ബുള്ളയുമായുള്ള പോരാട്ടം ശക്തമാക്കി ഇസ്രായേൽ സൈന്യം. കടുത്ത ഏറ്റുമുട്ടലിൽ 4 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 3 UN സമാധാന സേനാംഗങ്ങൾ കൊല്ലപ്പെട്ടത് ഐക്യരാഷ്ട്രസഭയുടെ ശക്തമായ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്.
വ്യോമസേനയ്ക്കായി 2 മൌണ്ടൻ റഡാറുകൾ വാങ്ങാനുള്ള 1950 കോടി രൂപയുടെ കരാറിൽ പ്രതിരോധ മന്ത്രാലയവും ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും ഒപ്പുവച്ചു. ഇത് ആത്മനിർഭർ ഭാരത്, മേക്ക് ഇൻ ഇന്ത്യ പദ്ധതികൾക്ക് കൂടുതൽ കരുത്തേകുമെന്ന് മന്ത്രാലയം പറഞ്ഞു. DRDOയ്ക്ക് കീഴിലുള്ള ഇലക്ട്രോണിക്സ് ആൻഡ് റഡാർ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് രൂപകൽപ്പന ചെയ്ത ഈ റഡാറുകൾ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡാണ് നിർമ്മിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. 2027 ജനസംഖ്യാ കണക്കെടുപ്പ് രാജ്യത്ത് ഇന്ന് മുതൽ ആരംഭിക്കും. 2 ഘട്ടങ്ങളിലായാണ് സെൻസസ് നടപ്പാക്കുക. ഒരു റിപ്പോർട്ട്. രാജ്യത്തെ 16ാമത് സെൻസസും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ 8ാമത്തെ സെൻസസുമാണിത്. ഡിജിറ്റൽ രീതിയിലായിരിക്കും സെൻസസ് നടപ്പാക്കുക. മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുള്ള വിവരശേഖരണത്തിനു പുറമെ പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ നൽകാനാകുന്ന സെൽഫ് എന്യൂമറേഷൻ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണവും 2ാം ഘട്ടത്തിൽ വ്യക്തിഗത വിവരങ്ങളും ജാതി വിവരങ്ങളും ഉൾപ്പെടെയുള്ള ജനസംഖ്യാ കണക്കെടുപ്പും നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പുതിയ സാമ്പത്തിക വർഷം ഇന്ന് ആരംഭിക്കുന്നതോടെ പ്രധാന സാമ്പത്തിക നിയമമാറ്റങ്ങൾ ഉൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ പ്രാബല്യത്തിൽ വരും. 6 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള ആദായ നികുതി നിയമത്തിന് പകരം പുതിയ ആദായ നികുതി നിയമം 2025 ഇന്ന് നിലവിൽ വരും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം രാജ്യത്തെ എല്ലാ ഡിജിറ്റൽ പേയ്മെന്റ് ഇടപാടുകളും ഇന്നു മുതൽ 2 ഫാക്ടർ ഓതന്റിക്കേഷൻ മാനദണ്ഡങ്ങൾ പാലിക്കണം. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ഫാസ്ടാഗ് വാർഷിക പാസ് ഫീസും ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. പാൻ കാർഡിന് അപേക്ഷിക്കുന്നതിനോ അപ്ഡേറ്റ് ചെയ്യുന്നതിനോ ഉള്ള പുതുക്കിയ നിയമങ്ങളും ഇന്ന് പ്രാബല്യത്തിൽ വരും. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ പഞ്ചാബ് കിങ്സിന് ജയം. ഇന്നലെ ചണ്ഡീഗഡിൽ നടന്ന മത്സരത്തിൽ 3 വിക്കറ്റിനാണ് ഗുജറാത്ത് ടൈറ്റൻസ് പരാജയപ്പെട്ടത്. ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് ടൈറ്റൻസ് 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 162 റൺസ് നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ പഞ്ചാബ് കിങ്സ് 19.1 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 165 റൺസ് നേടി. ഇന്നത്തെ മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വൈകുന്നേരം 7:30 ലക്നൌവിലാണ് മത്സരം. 16ാമത് ഹോക്കി ഇന്ത്യ നാഷണൽ സബ് ജൂനിയർ വനിതാ ഹോക്കി ചാമ്പ്യൻഷിപ്പിന് ഇന്ന് റാഞ്ചിയിൽ തുടക്കമാകും. വൈകുന്നേരം നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ കായിക യുവജനകാര്യ വകുപ്പ് സെക്രട്ടറി മുകേഷ് കുമാർ മുഖ്യാതിഥിയാകും. ഈ മാസം 12 വരെയാണ് ടൂർണമെന്റ്. ഫിലിപ്പീൻസിൽ നടന്ന ഏഷ്യൻ ട്രാക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ 3 ദേശീയ റെക്കോർഡുകൾ സ്ഥാപിച്ച ഇന്ത്യൻ താരങ്ങൾ. വനിതാ വ്യക്തിഗത പർസ്യൂട്ട് ഇനത്തിൽ സ്വസ്തി സിംഗ് പുതിയ ദേശീയ റെക്കോർഡ് സ്വന്തമാക്കി. വനിതാ ടീം സ്പ്രിന്റിലും വനിതാ ടീം പർസ്യൂട്ട് ഇനങ്ങളിലും താരങ്ങൾ ദേശീയ റെക്കോർഡ് സ്വന്തമാക്കി. ഏഷ്യൻ ട്രാക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ മുൻ ദേശീയ റെക്കോർഡായ 50.33 സെക്കൻഡാണ് ഇന്ത്യൻ താരങ്ങൾ മറികടന്നത്. പൈങ്കുനി ഉത്രം ഉത്സവത്തിന് സമാപനം കുറിച്ച് ശബരിമല ക്ഷേത്രനട ഇന്ന് അടയ്ക്കും. ഉത്സവത്തിന്റെ 9ാം ദിനമായ ഇന്നലെ രാത്രി ശ്രീഭൂതബലിക്ക് ശേഷം പള്ളിവേട്ട നടന്നു. 10ാം ഉത്സവ ദിനമായ ഇന്ന് സന്നിധാനത്ത് നിന്ന് ആറാട്ടിനായി പമ്പയിലേക്ക് തിരിക്കും. ഘോഷയാത്ര സന്നിധാനത്തെത്തിയ ശേഷം ഉത്സവത്തിന് സമാപനം കുറിച്ച് കൊടിയിറക്കും. ഉത്സവ പൂജകൾ പൂർത്തിയാക്കി രാത്രി 10-ന് നടയടയ്ക്കും. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവത്തോടനുബന്ധിച്ചുള്ള പള്ളിവേട്ട ഇന്ന് നടക്കും. സുന്ദരവിലാസം കൊട്ടാരത്തിന് മുന്നിൽ തയ്യാറാക്കുന്ന വേട്ടക്കളത്തിലാണ് പള്ളിവേട്ട. നാളെ ആറാട്ട് ചടങ്ങുകൾ ആരംഭിക്കും. ആറാട്ട് ഘോഷയാത്രയുടെ ഭാഗമായി തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ റൺവേ നാളെ വൈകുന്നേരം 4:45 മുതൽ രാത്രി 9 വരെ അടച്ചിടും. ഈ സമയത്തുള്ള ആഭ്യന്തര രാജ്യാന്തര വിമാന സർവീസുകൾ പുനഃക്രമീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് സപ്ലൈകോ ഈസ്റ്റർ വിഷു ഫെയറുകൾ ഇന്ന് ആരംഭിക്കും. ഈ മാസം 14 വരെയാണ് ഫെയറുകൾ. സപ്ലൈകോ മാവേലി സ്റ്റോറുകൾ ഒഴികെയുള്ള വിൽപ്പനശാലകളാണ് ഈസ്റ്റർ വിഷു ഫെയറുകളായി മാറുന്നത്. വിഷു കൈനീട്ടം, 16 അവശ്യ സാധനങ്ങൾ അടങ്ങിയ വിഷുക്കണി പ്രത്യേക കിറ്റ് എന്നിവ സപ്ലൈകോ വിഷുവിനോടനുബന്ധിച്ച് ഒരുക്കുന്നുണ്ട്. പന്നിയാർ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ ആനയിറങ്കൽ ഡാമിന്റെ ഷട്ടറുകൾ ഇന്ന് തുറക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ ഘട്ടം ഘട്ടമായാണ് വെള്ളം പുറത്തേക്ക് ഒഴുക്കുക. വൈദ്യുതി ഉൽപ്പാദനത്തിനായി പൊന്മുടി ഡാമിലേക്ക് ജലം എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. ഡാം തുറക്കുന്ന സാഹചര്യത്തിൽ പന്നിയാർ പുഴയുടെ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. US ഇറാൻ യുദ്ധം അവസാനിച്ചാലും യൂറോപ്പിലെ ഇന്ധനവില ഉടനെങ്ങും കുറയില്ലെന്ന് യൂറോപ്യൻ യൂണിയൻ ഊർജ്ജ കമ്മീഷണർ ഡാൻ ജോർഗൻസൺ മുന്നറിയിപ്പ് നൽകി. നിലവിൽ യൂറോപ്യൻ പ്രകൃതിവാതകത്തിന് 70%, എണ്ണയ്ക്ക് 60% വില വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ധന ഉപഭോഗം കുറയ്ക്കാൻ വർക്ക് ഫ്രം ഹോം, പൊതുഗതാഗതം എന്നിവ പ്രോത്സാഹിപ്പിക്കാനും അദ്ദേഹം അംഗരാജ്യങ്ങളോട് നിർദ്ദേശിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്ന് ചേരും. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് ചർച്ച ചെയ്യും. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. വോട്ടെടുപ്പിന് ഇനി 8 നാൾ. പൈപ്പിലൂടെയുള്ള പാചകവാതക കണക്ഷനുകൾ വേഗത്തിലാക്കുന്നതിനായുള്ള നാഷണൽ PNG ഡ്രൈവ് 2.0 ജൂൺ 30 വരെ ദീർഘിപ്പിച്ച് പെട്രോളിയം മന്ത്രാലയം. 2027 ജനസംഖ്യാ കണക്കെടുപ്പ് രാജ്യത്ത് ഇന്ന് മുതൽ ആരംഭിക്കും. പുതിയ ആദായ നികുതി നിയമം ഇന്ന് പ്രാബല്യത്തിൽ വരും. പാൻ കാർഡിന് അപേക്ഷയിലും മാറ്റം. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ പഞ്ചാബ് കിങ്സിന് ജയം.
വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.